أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد جاءكم من الله نور وكتاب مبين. صدق الله العلي العظيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. قد جاءكم من الله. തീർച്ചയായും അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നു നൂറും കിതാബും മുബീൻ, ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു. സൂറത്തുൽ മാഇദയിലെ ഒരായത്തിന്റെ ചെറിയൊരു കഷ്ണമാണ്. ഖലീൽ ജിബ്രാൻ എന്ന ഒരു പ്രശസ്ത കവി, ലബനനി, അറബി, അദ്ദേഹം ധാരാളം പ്രയാസങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ അദ്ദേഹം തുടങ്ങുന്നത് മനസ്സെ അടങ്ങ്, നിന്റെ ഈ വിലാപവും ആർത്തനാദവും കരച്ചിലും പരാതിയും ഒന്നും കേൾക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ചെവിയുമില്ല, ആരുമില്ല. അത്രമാത്രം പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ലോകം. അപ്പൊ അതുകൊണ്ട് നിന്റെ മനസ്സ് ഇപ്പോൾ ഒരു നെരിപ്പോടാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ അവിടെ തന്നെ നിൽക്ക്, അല്ലാതെ എനിക്ക് പുറത്തു വരാൻ യാതൊരു നിവൃത്തിയില്ല. ആ അവസരം 6-ാം നൂറ്റാണ്ടിലെ അറബികൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അറബികളുടെ രാത്രിത്തെ പറ്റിയിട്ടൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അവരെങ്ങനെയാണ് കടന്നു വന്നത്. വല്ലാജിയാത്തി ബഹാനുള്ള ആ സൂറത്തൊക്കെ അതിന്റെ ഇതാണ്. അവിടെയാണ് നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നൂറ് വന്നിരിക്കുന്നു. പ്രകാശം, നൂറ് എന്ന് പറഞ്ഞ പ്രകാശം. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഇതിന്റെ ഇതിലൊന്നും പോകുന്നില്ല. അവിടെ പ്രകാശിക്കുന്ന ഒരു വിളക്കായിട്ട് നാം തങ്ങളെ അയച്ചിരിക്കുന്നു. ആ നൂറാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ട്, കിതാബും മുബീൻ. വളരെ വ്യക്തമാണ് ഒരു പ്രകാശവും ഒരു ഗ്രന്ഥവും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത്, അദ്ദേഹം വഫാത്തായി ഒരു 100 കൊല്ലം കഴിയുന്നതിന് മുമ്പ് പടിഞ്ഞാറ് മൊറോക്കോ മുതൽ കിഴക്ക് ഇന്തോനേഷ്യ വരെ വിശാലമായ ഒരു ഭൂതലത്തിൽ ഇസ്ലാമിന്റെ ആ പ്രകാശം പരന്നു. അന്ന് വളരെ പേരെടുത്ത സഹാബികൾ ഖുർആന്റെ ചലിക്കുന്ന രൂപങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് അവരെ പിൻപറ്റിയത് നമസ്കാരം ഉപേക്ഷിക്കുന്ന, ഇച്ഛകളെ പിൻപറ്റുന്ന ഒരു വിഭാഗമാണ് അവരുടെ പിൻഗാമികളായി വന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. നമസ്കാരം നഷ്ടപ്പെടുത്തുക, ഇസ്ലാമിന്റെ അടയാളം അതാണ്. ഇസ്ലാമും കാഫറും തമ്മിലുള്ള വ്യത്യാസം അവിടെ വേർതിരിയുന്നു. പിന്നെ ഇച്ഛകളെ പിൻപറ്റുന്നവരെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ പയ്യാമ്പലം ബീച്ചും അവിടെ ഇവിടെയൊക്കെ പോയാൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇസ്ലാം ഇന്ന്
ഒരു പേരിനൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരാനുണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ പേരല്ലാതെ വേറെ ഒന്നുമില്ല, ഖുർആനിൽ അതിന്റെ അക്ഷരങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. മസാജിദുഹും ആമിറത്തും വഹിയ ഖറാബുൻ മിനൽ ഹുദ. വലിയ വലിയ ഭീമാകാരങ്ങളായ പള്ളികൾ മത്സരിച്ചിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട്. അത് ഹിദായത്തിന്റെ കാര്യത്തിൽ ശൂന്യമാണ്. മുസ്ലിം പേര് അറിയപ്പെടുന്ന പല സംഘടനകളും നടക്കുന്ന പരിപാടികളിൽ അവിടെ അള്ളാഹിന്റെയോ റസൂലിന്റെയോ ഒന്നും പേരൊന്നുമില്ല. ഒരു ഹംദും സലാത്തോ ഇല്ല, ഒരു സലാമില്ല. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു ഇതിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സാമ്പത്തിക വിഷയത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യും. എന്താണ് അച്ചടക്കം ഖുർആനിൽ നിന്നാണ് എന്നാണ് ഇത് ഹെഡിങ്. ആ ഖുർആനും നമ്മളും തമ്മിലുള്ള എന്താണ് ഗൾഫ് നാടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം നാടുകളൊക്കെ മത്സരിച്ചിട്ട് ഖുർആന്റെ കോപ്പികൾ കോടിക്കണക്കിന് പ്രിന്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പറ്റി പോലെ എന്ന് ജൂതന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നീ ഓർമ്മിപ്പിക്കുക. ഓർമ്മിപ്പിക്കല് സത്യവിശ്വാസികൾക്ക് ഉപകാരം ചെയ്തേക്കാം എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതിക്കും. ആയത്തിൻ്റെ കഷ്ണങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങളുടെ അമാനത്തുകളെയും വഞ്ചിക്കരുത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിഅമത്ത്, അമാനത്ത്, ഖിയാനത്ത്. നിഅമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളാണ്. അമാനത്ത് എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. ഖിയാനത്ത് എന്ന് പറയുന്നത് വഞ്ചനയാണ്. ഇഅ്ലമു അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. അറിഞ്ഞുകൊള്ളുക, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ്, പരീക്ഷണം. ഫതന എന്ന വാക്കിന് പരീക്ഷണം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അർത്ഥമുണ്ട്. മറ്റൊന്ന് ലോഹങ്ങൾ തീയിലിട്ടിട്ട് ഉരുക്കുന്നുണ്ടല്ലോ, അതിനും ആ വാക്ക് ഉപയോഗിക്കും. അപ്പം നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ തടയരുത്, അല്ലെങ്കിൽ തടയാതിരിക്കട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ലാ തുൽഹിക്കും കൊണ്ടുപോയി അവസാനിപ്പിക്കാൻ പോകുന്നത് അൽഹാഖു മുത്തക്കാസുറിലേക്കാണ് ഇൻഷാ അല്ലാഹ്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് എണ്ണിയാൽ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയാണ്. ഹറാമും ഹലാലും വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. എന്ത്? ഹറാമ് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താം, ഹലാല് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പം ഈ നിഅമത്തുകൾ, ആ നിഅമത്തിലേക്കാണ് പിന്നീട് ഞാൻ പോകുന്നത്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം.
സുമ്മ പിന്നീട് ലതുസ്അലുന്ന നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. യൗമ ഇതിൻ അന്നത്തെ ദിവസം അനിന്നഈം ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശന്നിട്ട് ആ സമയത്ത്, അത് ചിലപ്പോൾ രാത്രിയാവാം, ചിലപ്പം ഉച്ചക്ക്, ആ സമയം വിശന്നിട്ട് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ട് റോട്ടിലോട്ട് പോവാം. അപ്പോൾ കുറേ ദൂരെ വേറൊരാൾ പോകുന്നുണ്ട്. അദ്ദേഹം അത് ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി വേഗം പോയി നോക്കിയപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർ രണ്ടുപേരും, എന്താണ് നിങ്ങൾ? ഞാനും വിശന്നിട്ട്. രണ്ടുപേരും നടക്കുമ്പോൾ കുറേ ദൂരെ വേറൊരാളുണ്ട് നടക്കുമ്പോൾ. അവർ വേഗം പോയി അത് നോക്കുമ്പോൾ അതാരാണ്? അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് ഈ സമയത്ത് ഇവിടെ? വല്ലാഹി 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 നിങ്ങളെ രണ്ടുപേരെയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയതല്ലാതെ വേറൊരു കാരണവും എനിക്കില്ല, വിശക്കുന്നു. പോകാം നമുക്ക് ഇബ്നു അബി തൈഹാൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല, പുറത്തെന്തോ ആവശ്യത്തിന് പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരൊക്കെ ക്ഷണിച്ചു, ഇരിക്കാൻ പറഞ്ഞു. മറ്റേ വീട്ടുകാരൻ തിരിച്ചു വന്നപ്പം പറഞ്ഞു, മാഷാ അല്ലാ മാഷാ അല്ലാ, ഇന്ന് എൻ്റെ അതിഥികൾ ആരൊക്കെയാണ്? അദ്ദേഹം ഉടനെ കുറച്ച് വെള്ളവും കൊലയിലുള്ള ഈത്തപ്പഴം അപ്പാടെ കൊണ്ടുവച്ചു. ആ സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഒരു മഹബത്ത്, അള്ളാഹു എന്നെ അത് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഇത്? അപ്പോൾ പറഞ്ഞു, അങ്ങ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് തിന്നോട്ടെ. അത് ഭക്ഷിച്ച് കഴിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരാട്ടിനെ അറുത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിച്ച് കൊടുത്തു. അവർ 3 പേരും അത് ഭക്ഷിച്ചു. അതിനുശേഷം പോകാൻ എഴുന്നേറ്റപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ 3 പേരും വിശന്ന നിലയിൽ നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി. ഇതാ വയറ് നിറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. സുമ്മനത്തുസ്അലുന്ന യൗമഇദിൻ അനിന്നഈം. വേറൊരു ദിവസം വരാനുണ്ട്. ആ ദിവസം ഈ ഒരു അനുഗ്രഹത്തെപ്പറ്റി, ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇവിടുന്ന് നേരെ പോവുക, പയ്യാമ്പലം ബീച്ചിലെ ഒരു കല്യാണ റിസപ്ഷനിലേക്ക് പോകണം. അവിടെ കോടിക്കണക്കിന് ഭക്ഷണ സാധനങ്ങൾ പ്രദർശന വസ്തുവായിട്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റാണ്. ആതിഥേയനാര്, അതിഥി ആര്, അതൊന്നുമില്ല, വേണമെങ്കിൽ തിന്നിട്ട് പോയിക്കോ എന്ന നിലയിലുള്ള ഒരവസ്ഥയിലേക്ക് പോകും. കോടിക്കണക്കിന് പാഴാക്കുകയാണ്. സുമ്മലത്തുസ്അലുന്ന യൗമഇദിൻ അനിന്നഈം. അന്ന് നിങ്ങളെ ചോദ്യം ചെയ്തിട്ടല്ലാതെ വിടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഈ ദീനിൽ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും പ്രയാസമുള്ളതുമായ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ പറഞ്ഞു, ഏറ്റവും എളുപ്പം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടി. അതാണ് എളുപ്പം. ഏറ്റവും പ്രയാസമുള്ളത് എന്താണ്? അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അനാമത്ത് എന്ന് മലയാളത്തിൽ പറയാം. വിശ്വസിച്ചേൽപ്പിച്ച കാര്യമാണ് അമാനത്ത്, വിശ്വസ്തത. നമ്മളൊരാളെ ഒരു ജോലിക്ക് നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് 2 കാര്യം ഉണ്ടാവണം. ഒന്ന് കവിയായിരിക്കണം, മറ്റൊന്ന് അമീനായിരിക്കണം. അമാനത്ത്. ആ ജോലി ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം നമ്മൾ നിയോഗിക്കുന്നത്. വിശ്വസ്തനും ആയിരിക്കണം. വിശ്വസ്തനെന്ന് പറയുമ്പോൾ മൂപ്പര ഇമാമത്ത് നിർത്താനേ പറ്റൂ. കഴിവുള്ളതെന്ന് പറയുമ്പം അമ്പലം വിഴുങ്ങിയായിരിക്കും. അപ്പം ഈ 2 കാര്യം ഒത്തുവരണം. ഇതാരാണ് പറഞ്ഞത്?
നമ്മളൊരാളെ ജോലിക്ക് നിർത്തുമ്പോൾ അയാൾക്ക് ഈ 2 ഗുണങ്ങൾ ഉണ്ടാവണമെന്ന് ആരാ പറഞ്ഞത്? ആ പെൺകുട്ടി. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വഴി കാണിച്ചിട്ട് പറഞ്ഞിട്ട് കൊണ്ടുപോയ ആ കുട്ടിയില്ല. അതുപോലെ തന്നെ ഇഫിരീത്ത് പറഞ്ഞ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് എന്ത്, ബിൽക്കീസിൻ്റെ കൊട്ടാരം എടുത്തിട്ട് വരണം, ഇവിടുന്ന് 1500 കിലോമീറ്റർ അപ്പുറത്തുനിന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ അന്ന് ഇരുന്നിടത്ത് എഴുതി വെക്കുമ്പോൾ ഞാൻ കൊണ്ടുവരണം, ഞാനതിന് കഴിവുണ്ട്, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റിയും പരിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ട്. അപ്പം ഇതാണ് അമാനത്ത്. എപ്പോഴാണ് മറ്റൊരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് ഖിയാമത്ത് നാളുണ്ടാവുക? ഇദാ ളുയ്യഅത്തിൽ അമാന ഫന്തദിർ സാഅ. അമാനത്ത് നഷ്ടപ്പെടുമ്പോൾ നീ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഞാനിത് ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരും. അപ്പം അമാനത്ത് ഒരു ജീവിത ശൈലിയാണ്, ജീവിത ശൈലി. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ആട്ടിയുടെ ചെറിയ പയ്യൻ കുറേ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന. മൂപ്പർ ചോദിച്ചു അദ്ദേഹം ആ കുട്ടിയോട്, മോനെ നിൻ്റെ കൂട്ടത്തായിരുന്ന ഒരു ആട്ടിനെ എനിക്ക് തരുമോ? ഇതെൻ്റെതല്ല, എൻ്റെ മുതലാളിൻ്റെതാണ്. മുതലാളിയോടൊന്ന് എനിക്ക് പറഞ്ഞുകൂടെ? പിന്നെ അതിനെ ചെന്നായ പിടിച്ചു. അപ്പം പിന്നെ ആ മുതലാളി ഇത് കാണുന്നില്ലല്ലോ. അപ്പോഴാ കുട്ടി പറഞ്ഞത്, മുതലാളിയില്ല ഇവിടെ, പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലേ? അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷിച്ച് പറഞ്ഞു, തമ്പുരാൻ, കാരണം ഒരു യൂണിവേഴ്സിറ്റിയിലോ അക്കാഡമിയിലോ ഒന്നും പഠിച്ച ഒരു കുട്ടിയല്ല അത്, കേവലം ഒരു ഗ്രാമീണ ബാലൻ. ആ കുട്ടിയാണ് പറയുന്നത്, എന്ത്, അലം യഅലം ബിഅന്നല്ലാഹ യറ. അവനറിയില്ലേ അല്ലാഹ് ഇത് കാണുന്നുണ്ടെന്ന്. ഒരു ഈജിപ്ഷ്യൻ ഷെയ്ഖ് ഈ ഒരായത്ത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അമാനത്തിൻ്റെ കാര്യം. എന്ത്, ഒരു ഡോക്ടർ രോഗിക്ക് ആവശ്യമില്ലാത്ത മരുന്ന് ഫാർമസിക്കാരൻ്റെ സമ്മാനം കിട്ടാൻ വേണ്ടി എഴുതി കൊടുക്കുമ്പോൾ അവനറിയില്ലേ അലം യഅലം ബിഅന്നല്ലാഹ യറ. ഒരു എഞ്ചിനീയർ റോഡ് നിർമ്മാണത്തിൽ കൃത്രിമത്വം നടത്തുമ്പോൾ അവനറിയില്ലേ. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ആയത്തിൻ്റെ കഷ്ണവും വെച്ചിട്ട്. അലം യഅലം ബിഅന്നല്ലാഹ യറ എന്നുള്ളത്. അധ്യാപകർ, നമ്മൾ വഴിക്ക് അവിടെ ക്ലീനിങ്ങിന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ നമുക്ക് കാണുന്നില്ല. എന്താ ചെയ്യുന്നത്? വണ്ടി അവിടെ വെച്ചിട്ട് ഒരു മൂലക്ക് ഇരുന്നിട്ട് മൊബൈല് നോക്കും. അപ്പം ഈ അമാനത്ത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹ. തീർച്ചയായും അല്ലാഹ് നിങ്ങളോട് കൽപ്പിക്കുന്നു അമാനത്ത് അതിൻ്റെ ആളുകൾക്ക് ഏൽപ്പിച്ച് കൊടുക്കണം. അപ്പം ഈ മൊബൈലുണ്ടല്ലോ അതൊരു അമാനത്താണ്. പക്ഷേ ഈ അമാനത്തിൻ്റെ അന്തകനാണ് എന്ത്, മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരാൾ നമ്മളെ വിളിച്ചു, ഞാനിപ്പം നിങ്ങളെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു, പിന്നെ അയാൾ വിളിക്കുന്നില്ല. ആ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞത് എന്താണ്? അമാനത്താണ്. അപ്പം അയാൾ എന്താ ചെയ്തത്? വിളിക്കാൻ ഉദ്ദേശിക്കാതെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ സംസാരിച്ചപ്പോൾ കളവ് പറഞ്ഞു. മറ്റേ ആൾ ഇയാളെ വിശ്വസിച്ചു, അയാളെ ചതിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഖിയാനത്ത്. പിന്നെന്ത്? വാഗ്ദത്തം ചെയ്തു, അത് ലംഘിച്ചു എന്ന്.
അപ്പം നമ്മുടെ ജീവിതത്തിലെ മിക്ക കാര്യങ്ങളും അമാനത്താണ്. ഭാര്യ സന്താനങ്ങൾ അമാനത്താണ്. ഒരു ഭാര്യയുടെ ചാരിത്ര്യം അമാനത്താണ്. ഭർത്താവിൻ്റെ ധനം അമാനത്താണ്. നമുക്കറിയാലോ, ഗൾഫുകാരുടെ ഭാര്യമാരൊക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാലോ. അല്ല, ലോണിൻ്റെ കാര്യം ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതൊക്കെ അവിടെ വരുന്നുണ്ട്. ജോലിയിൽ അമാനത്ത്. മുതലാളിയൊന്നും ആവശ്യമില്ല, സൂപ്പർവൈസർ ആവശ്യമില്ല. സൂപ്പർവൈസർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ വേറൊരു സൂപ്പർവൈസർ. ഇങ്ങനെ കുറേ അമാനത്തുള്ള കുറേ ആളുകളാണ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇസ്ലാമിനെ പറ്റിയുള്ള ദഅവത്ത് ഇതിലപ്പുറമൊന്നുമില്ല. നമ്മൾ ധാരാളം പറയുന്നുണ്ട്, നമ്മളെ ബുക്കിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. പി ഗോവിന്ദപ്പിള്ള ഒരിക്കൽ പറഞ്ഞു അത്രേ, എന്തേ നിങ്ങൾ പറയുന്നത് നിങ്ങളെ ബുക്കിൽ അതല്ല ഇതെല്ലാം ഉണ്ട്, വീട്ടിലെ പശു പുല്ലൊന്നുമില്ല എന്നാണ്. പ്രയോഗത്തിൽ മുസ്ലിമീങ്ങൾ എങ്ങനെയുണ്ട് എന്ന് കാസർകോട്ട് ഏതോ ഒരു ദർസിലെ കുട്ടികൾ വാർഷിക ആഘോഷിക്കണമെന്നും പറഞ്ഞിട്ട് കണ്ണൂരിൽ വന്നതിന് പിരിവിന്. ഞാൻ പറഞ്ഞു, എന്ത് പിരിവായത്? എന്തിനാണ് നിങ്ങൾ റോഡിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ മുഴുവനും ചെയ്ത് കൂട്ടുന്നത്? നമ്മൾ ആൾക്കാരാണ്. പിന്നെ അവിടെ എന്താ പറയുന്നത്, മറ്റ് സമുദായങ്ങൾ ഇതൊന്നും അവർക്ക് ഒരു മദ്രസയില്ല, ഒന്നുമില്ല. എന്നിട്ട് അവർ റോട്ടിൽ അവരുടെ സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ അവരെന്താണ് ചെയ്യുന്നത്? അവർ റോട്ടിൽ എങ്ങനെയാണ് നടക്കുന്നത്? വളരെ അദബ്, ബഹുമാനം, ഇതിലോടുകൂടിയാണ് അവർ നടന്ന് പോകുന്നത്. അപ്പം ഭർത്താവിൻ്റെ സമ്പത്ത് ഒരമാനത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ഭാഗ്യവാനാണ്. അയാൾക്ക് നല്ലൊരു താമസ സ്ഥലമുണ്ട്, നല്ലൊരു വാഹനമുണ്ട്, നല്ലൊരു ഭാര്യയുണ്ട്. ആ മനുഷ്യൻ അങ്ങേയറ്റത്തെ ഭാഗ്യവാൻ. ഒരു ഇംറഅത്തുൻ സാലിഹ, ഒരു നല്ല ഒരു ഭാര്യയെ കിട്ടുക എന്ന് പറഞ്ഞ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു സമ്മാനമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, സമ്പത്ത് ഒരു അമാനത്താണ്. സമ്പത്ത് ഒരു അമാനത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചതാണ്. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി അതിൻ്റെ കാലം കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് കൊടുക്കേണ്ടതുണ്ട്. കച്ചവടത്തിലെ ധാർമ്മികത നമ്മൾ വൈലുല്ലിൽ മുതഫിഫീൻ, വൈലുല്ലിൽ മുതഫിഫീൻ, അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്നവർക്ക് നാശം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് അളന്നു വാങ്ങുമ്പോൾ കൃത്യമായിട്ട് വാങ്ങും, അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറക്കും. അതാണ്. എന്നിട്ട് ആ ആയത്തിൻ്റെ ഇതിൽ വരുന്ന അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അദീം, അവർക്കൊക്കെ അറിയില്ലേ ഒരു വലിയ ദിവസത്തിൽ അവരൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന കാര്യം അവർക്ക് അറിയില്ലേ എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഈ അളത്തത്തിലും തൂക്കത്തിലും എന്ന് പറയുമ്പോൾ 250 ഗ്രാം പഞ്ചസാര പീടിയിൽ നിന്ന് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ റേഷൻ ഷാപ്പിൽ 100 ഗ്രാം 2 കിലോയിൽ കുറക്കുമ്പോൾ അതൊന്നുമല്ല. ഈ പ്രപഞ്ചം നിൽക്കുന്നത് ഒരു ബാലൻസിലാണ്. ആകർഷണ സിദ്ധാന്തം അതാണല്ലോ. അപ്പം അതിൽ ലാ തുഖ്സിറുൽ മീസാൻ വൽ അർള വുദാഹ ലിൽ അനാം, അതിനൊക്കെ നിർത്തിയിരിക്കുന്നത് ഈ ബാലൻസിൽ, ഈ തുലാസിലാണ്. അവിടെ നിങ്ങൾ 250 ഗ്രാം പഞ്ചസാര വാങ്ങുമ്പോൾ അതിൽ കുറച്ച് കൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിക്കുന്നത് ഈ പ്രാപഞ്ചിക വ്യവസ്ഥ മുഴുവനും തകർന്നു പോകുന്നത് പോലെയുള്ള ഒരു കാര്യമായിട്ടാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പം എല്ലാവരും കച്ചവടത്തിൽ ഇത് എന്ന് പറയുമ്പോൾ അത്താജിറുൽ അസ്സദൂഖുൽ അമീൻ
മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ നാളെ പരലോകത്ത് നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും ഒക്കെ കൂടെയാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ബാധ്യതകൾ മറന്നു പോകുന്നുണ്ട്. മാസം കൃത്യമായിട്ട് എനിക്ക് ശമ്പളം കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ പണി കൊടുക്കും. ഇതും അതേസമയം ഞാൻ എൻ്റെ എംപ്ലോയർക്ക് ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് എന്താണ്? അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് പുറത്ത് നടക്കാത്ത കാര്യമാണെന്നല്ല പള്ളിയിൽ പോയി പറയുന്നത്. അപ്പം അത് വലിയൊരു കാര്യമാണ്. മുതലാളി, തൊഴിലാളി, രാജാവ്, പ്രജ. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ യൗമിൻ ലാ ളില്ല ഇല്ലാ ളില്ല. 7 കൂട്ടർക്ക് മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം അല്ലാഹു അർശിൻ്റെ തണലിട്ട് കൊടുക്കും. അതിൽ ഒന്നാമത് പറയുന്നത് ഇമാമുൻ ആദിലുൻ, പള്ളിയിലെ ഇമാമല്ല. കാരണം എന്താ? കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസൂലുൻ അൻ റഇയ്യത്തി. നിങ്ങളൊക്കെ ഭരണാധികാരികളാണ്. നിങ്ങൾ ആരെയാണോ ഭരിക്കുന്നത് അവരെപ്പറ്റി നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതാണ് അല കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസൂലുൻ അൻ റഇയ്യത്തി. ഒരു പുരുഷനോട് ഭാര്യ സന്താനങ്ങളെപ്പറ്റി ചോദിക്കും. ഭാര്യയോട് ഞാൻ നേരത്തെ പറഞ്ഞ ഭർത്താവിൻ്റെ ഇതിനെപ്പറ്റി ചോദിക്കും. ഒരു വീട്ടു വേലക്കാരിയെ സംബന്ധിച്ചിടത്തോളം യജമാനൻ്റെ വീട്ടിനെ പറ്റിയിട്ട് ചോദിക്കും. അപ്പം എല്ലാവരും ഭരണാധികാരികളാണ്. ഭരണീയരെ പറ്റി അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. അപ്പം ന്യായാധിപന്മാർ അമാനത്താണ്. നമ്മളിപ്പോൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്തിനെ പറ്റിയിട്ടാണ്? നീതി കിട്ടുന്നില്ല എന്നല്ലേ. നമ്മളെ ഭൂമിയിലെ കോടതിൻ്റെ പേരെന്നെ എന്താ? അന്യായ കോടതി എന്നാണ്. ന്യായക്കോടതിയല്ല, അന്യായ കോടതി എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയുന്നു. അപ്പോൾ ഭൂമിയിൽ എവിടെയാണ് നീതിയുള്ളത്? ഈ അമാനത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ അദ്ൽ. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ വഇദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ സംസാരിച്ചാൽ നീതിപൂർവം സംസാരിക്കണം. എന്താണ് നീതി? വആതി കുല്ലദീ ഹഖ്ഖിൻ ഹഖ്ഖഹു. ഓരോരുത്തർക്കും അവരവരുടെ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കുക എന്നാണ്. ഓരോരുത്തർക്കും അവരവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക. ഭർത്താവിന് ഭർത്താവിൻ്റെ അവകാശം, ഭാര്യയ്ക്ക് ഭാര്യൻ്റെ അവകാശം, മാതാപിതാക്കളുടെ അവരുടെ അവകാശം, രാജാവിന് രാജാവിൻ്റെ അവകാശം, പ്രജകൾക്ക് അവരുടെ അവകാശം, കച്ചവടക്കാരന് അവൻ്റെ അവകാശം, കസ്റ്റമർക്ക് അവൻ്റെ അവകാശം. വളരെ സിമ്പിൾ, നല്ല ഗിവ് ആൻഡ് ടേക്ക് എന്നാണ്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക അവകാശം, എന്നിട്ട് നിങ്ങളതിന് നിങ്ങൾ ചോദിക്കുകയും ചെയ്യുക എന്നുള്ള. അങ്ങനെ പറയുമ്പോൾ കുടുംബനാഥൻ ചോദ്യം വരും. ബോസ് ഉണ്ടല്ലോ, നീ നിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ അവർക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തോ എന്നുള്ള ചോദിക്കും. അതുപോലെ തന്നെ പള്ളി പ്രസിഡന്റിനെ വെറുതെ വിടാൻ പോകുന്നില്ല. മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് അങ്ങനെ ഒരു ഗവർണറാക്കാത്ത? നെഞ്ചത്തൊരു അടിയും വെച്ചിട്ട് കൊടുത്ത്, അബൂദറെ, അധികാരം അമാനത്താണ്, നീ ദുർബലനാണ്, ബലഹീനനാണ്, നിന്നെക്കൊണ്ടിത് സാധിക്കില്ല. അപ്പം അത് കഴിവുള്ളവർ മാത്രമേ അത് ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്ന്. കാരണം ഇപ്പോൾ പള്ളിയിൽ വന്നിട്ട് എല്ലാവർക്കും AC ഇടണം, എന്തെല്ലോ കുഴപ്പങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉത്തരവാദി ആരാന്നറിയോ? ആ പ്രസിഡൻ്റാണ്. നിന്നെക്കൊണ്ട് കയ്യിൽ നീ രാജിവെച്ച് പോ എന്നുള്ളതാണ്. സാമ്പത്തികമായ ഇടപാട് പള്ളി കമ്മിറ്റികളിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് നമ്മളെ കണ്ണു മുമ്പിൽ നമ്മൾ
കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അതിനെപ്പറ്റി ഒരു ബോധവുമില്ല. ഈ ആയത്ത് വരണം. ഏത്? അലം യഅലം ബിഅന്നല്ലാഹ യറ. ഞാൻ ഇത് കുറേ പ്രാവശ്യം പറഞ്ഞ് ഇത് ഏത് സൂറത്തിലാണ്? റഹീം പറയണ്ട കേട്ടോ. അലം യഅലം ബിഅന്നല്ലാഹ യറ, സൂറത്ത് അലഖ്. അപ്പം ഇതൊക്കെ അവിടെ വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പള്ളിയിൽ ഒരു നയാ പൈസ വഖഫിൻ്റെ ഇത് നമ്മൾ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. വളരെ ഗൗരവമുള്ള കേസാണ്. നമ്മളെ ഇബാദത്ത് മുഴുവനും അങ്ങ് വെള്ളത്തിലായിപ്പോവും. അത്രയും വലിയ ഒരു ഇതാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ വഖഫ് നമുക്കറിയാം എന്തൊക്കെയാണ് ഇപ്പം അതിൽ നടന്നത്. യതീമിൻ്റെ ധനം, ആ യതീമിൻ്റെ ധനം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? വലാ തഖ്റബു മാലൽ യതീമി, യതീമിൻ്റെ ധനം കൊള്ള നീ അടുത്ത് പോകരുത്. എന്നിപ്പോൾ യതീം ഖാന എന്ന് പറഞ്ഞിട്ട് പലതും നടത്തുന്നുണ്ട്. യതീമുകളെ കിട്ടാത്തപ്പോൾ അവർ വേറെ ആരെല്ലാം പിടിച്ചിട്ടാണ് നടത്തുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? യതീമിൻ്റെ ധനം കൊള്ള നീ അടുത്ത് പോകരുത്, അതിനെ പോഷിപ്പിക്കാനല്ലാതെ. എന്താണ് കാര്യം? നരകത്തിലെ തീയാണ് യതീമിൻ്റെ. അപ്പം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും യതീംഖാന പ്രസിഡന്റ് സെക്രട്ടറി അല്ല. നമ്മളെ ഏട്ടനോ അനിയനോ മരിച്ചിട്ടുണ്ട്, അവർക്ക് പ്രായമാവാത്ത കുറച്ച് കുട്ടികളുമുണ്ട്. ആ കുട്ടികളുടെ സമ്പത്ത് മുഴുവനും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഇവിടെയാണെങ്കിൽ അമ്മൂശനാന്ന് വലിയൊരു ഇതുവെല്ലാം എടുത്തിട്ട് പോവാം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ആ മരിച്ച ആളെ ഉപ്പയാണ് ഇതിന് കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ആര്? മരിച്ച ആളുടെ സഹോദരന്മാരാണ് കൈകാര്യം ചെയ്യേണ്ടത്, പിതൃവ്യന്മാരാണ്. പരിശുദ്ധ ഖുർആനിൽ അനന്തരാവകാശത്തിൻ്റെ ആയത്തുകൾ അവതരിക്കുന്നത് തന്നെ ഒരു പിതൃവ്യനുമായി ബന്ധപ്പെട്ട കേസാണ്. പിതൃവ്യ എന്ന് പറഞ്ഞാൽ മരിച്ച ആളെ സഹോദരൻ. അതുകൊണ്ടാണ് എന്ത്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി. മനുഷ്യൻ അവൻ്റെ സഹോദരനിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസം, അവൻ്റെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ഓടിപ്പോകുന്ന ദിവസം, ഓരോരുത്തർക്കും അവരവരുടെ കാര്യം തന്നെ ധാരാളം ഉണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ഖുർആൻ സഹോദരന്മാരെ പറ്റി പറഞ്ഞത്? സഹോദരൻ, എൻ്റെ സഹോദരനെ പരലോകത്ത് കണ്ടാൽ ഓൻ പഠിച്ചവനെ ഓൻ എന്നെ കാണല്ല എന്ന നിലയിൽ ഞാൻ ഓടിപ്പോകുന്നെന്ന് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താ? ഈ സമ്പത്തിൻ്റെ കാര്യത്തിലുള്ള കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് എവിടുന്നാണ്? സഹോദരന്മാരും സഹോദരികളുമാണ്. ഉപ്പാൻ്റെ മയ്യത്ത് വിളിച്ച് വെച്ച് അവിടുന്ന് മോള് പറയാണ് വ്യാപണ്ടപ്പനും കൂടിയിട്ട് എന്ത് മയ്യത്താടെ നിൽക്കട്ടെ, ആദ്യം അവകാശം തീർക്കുക എന്നാ പറയും. അപ്പോൾ ചെറുപ്പത്തിൽ മുഴുവനും തമ്മിൽ ഫൈറ്റ് ആരുമായിട്ടാണ്? ഏട്ടനും അനിയനും. ഇരട്ട കുട്ടികളാണെങ്കിൽ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് തന്നെ അപ്പുറം ഇപ്പുറവും ചവിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരാളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമായിരിക്കാണ് സഹോദരന്മാർക്കാണ്, ഉപ്പാൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടത്. അതുപോലെയാണ് എന്തെങ്കിലും ഒരു പരിപാടി ഒരു 5-6 ആൾ ഇരുന്നിട്ട് ഒരു കമ്മിറ്റിയാക്കി ഒരാവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കണമെന്നും പറഞ്ഞ് കുറേ റെസീറ്റ് ബുക്കും എല്ലാം അടിച്ചിട്ട് പിരിവിനടയും. ഇതൊക്കെ വാങ്ങുന്നുണ്ടല്ലോ. അനാവശ്യമായ വല്ലതും അതിലൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദികളാണ് വരും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ട കേസുകളാണ്. അപ്പം അള്ളാഹുവിനോടുള്ള കടമയാണത്. ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. അള്ളാഹ് അമാനത്ത് വെച്ച് നീട്ടി ആർക്ക്? ആകാശഭൂമികൾക്ക്, പർവ്വതങ്ങൾക്ക്,
അതൊക്കെ വിസമ്മതിച്ചു, പേടിച്ചു. പക്ഷേ ലലൂമുൻ ജഹൂൽ, അക്രമിയും വിഡ്ഢിയുമായ മനുഷ്യനത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അമാനത്തില്ലാത്തവന് ഈമാന് ഇല്ല. മുനാഫിക്കിൻ്റെ ലക്ഷണം അത് ഞാൻ നേരത്തെ പറഞ്ഞു, ആ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു ടീച്ചർ ആ ക്ലാസ്സിൽ ഇരുന്നിട്ട് കുട്ടികൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ഇട്ട് കൊടുത്തിട്ട് ടീച്ചർ ഈ മൊബൈലും നോക്കി നടക്കുന്നു. അതുപോലെ തന്നെ ഓരോരുത്തർ അവർ ജോലി സമയത്തൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, അമാനത്തിൻ്റെ അന്തകനാണ് ഈ മൊബൈൽ ഫോണ് എന്ന് പറഞ്ഞത്. ഹലാലായ സമ്പാദ്യ മാർഗങ്ങൾ. നമുക്ക് ധനം വരുന്നത് ഈ 3 മാർഗത്തിൽ കൂടിയായിരിക്കണം. ഹലാല്, 1 അനന്തരാവകാശമാണ്, 2 നമ്മുടെ അധ്വാനാണ്, 3 ഹദിയ, ആരെങ്കിലും നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഹദിയയായിട്ട് സമ്മാനമായിട്ട് തരുന്നു. ഈ 3 അല്ലാതെ വേറൊരു മാർഗം ഹലാലായ സമ്പത്തിന് ഇല്ല. മറ്റേത് കുറേ നുലുമാത്ത് ഒരുപാട് ഉണ്ട്. സിറാത്തുൽ മുസ്തഖീമിൻ്റെ അല്ലെങ്കിൽ ഹിദായത്തിൻ്റെ എന്ന് പറയുന്നത് ഈ 3 മൺ. നിങ്ങൾ വാരി വലിച്ചിട്ട് തിന്നുന്ന എന്ത് അനന്തരാവകാശം. ഒരാൾ 70-80 കൊല്ലം ജീവിച്ചു, എന്നിട്ടോ അനന്തരാവകാശത്തിൽ കൃത്രിമത്വം കാണിച്ച് അതിൻ്റെ പേരിൽ ആ മനുഷ്യൻ നരകത്തിൽ പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പം വല തഖ്റബു മാലൽ യതീമി, യതീമിൻ്റെ ധനം കൊള്ള അടുത്തുകൊള്ളത്. അവിടെയും പരിശുദ്ധ ഖുർആൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പെട്ടെന്ന് തിന്നു തീർക്കുക. ഏത്? ഈ യതീമിൻ്റെ പ്രായപൂർത്തിയാവുമ്പം ആ കുട്ടിക്കത് വിട്ടുകൊടുക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് അത് തിന്നു തീർക്കുക. അതുപോലെ തന്നെ യതീമിൻ്റെ നല്ല ധനം എൻ്റെ മോശം ധനവുമായിട്ട് കൂട്ടിക്കലർത്തിയിട്ട് പിന്നെ ഓഹരി വെക്കുക. ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ അങ്ങേയറ്റത്തെ ഇതിൽ പെട്ടത് ആണ് എന്ന്. അടുത്ത് വരുന്നത് 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞു. ഇന്നത്തെ ദിവസം പരിപാവനമായതുപോലെ, ഇന്നത്തെ ഈ മാസം പരിപാവനമായതുപോലെ, ഈ പ്രദേശം പരിപാവനമായതുപോലെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ ശരീരം ഹറാമാണ്, സമ്പത്ത് ഹറാമാണ്, അഭിമാനം ഹറാമാണ്. ആ സാധു ദീപക്കിന് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജംഷിദ മുസ്തഫ കൊന്നില്ലേ? ആ മനുഷ്യൻ്റെ അഭിമാനത്തിലാണ് കൈവച്ചിരിക്കുന്നത്. നമ്മളിതൊക്കെ മനസ്സിലാക്കണം. നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരാളെന്നാണ്. നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ട് നമ്മൾ അനാവശ്യമായി സഹിക്കുകയും വേണ്ട എന്നുള്ളതാണ്. അപ്പം ഈ ധനം, അഭിമാനം, ശരീരം, ഇത് ഹറാമാണ്. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, 5 കാര്യങ്ങൾ ചോദിക്കാതെ ഒരടി മുമ്പോട്ട് വെക്കാൻ പരലോകത്ത് അല്ലാഹു സമ്മതിക്കുകയില്ല എന്നുള്ളതാണ്. എന്താണ്? നിന്റെ ധനം എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു. 2, നിന്റെ ആയുസ് മൊത്തത്തിൽ എങ്ങനെ ചെലവഴിച്ചു. അതിൻ്റെ ക്രീമാണല്ലോ യൗവനം എന്ന് പറയുന്നത്. അത് എങ്ങനെ ചെലവഴിച്ചു. പിന്നെന്താണ് 5-മത്തേത്? നിന്റെ അറിവ് എങ്ങനെ ചെലവഴിച്ചു. 2 മണി മാനേജ്മെൻറ്റാണ്, 2 ടൈം മാനേജ്മെൻറ്റാണ്, 1 നോളേജ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മൾ ഈ സമ്പത്ത്, ഇപ്പോൾ CJ റോയി എന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യ ചെയ്തല്ലോ, 100 കോടി ഉറുപ്പിയുടെ കാറ് മാത്രം ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അത് പറയുന്നത്. അതുപോലെ ഈ സമ്പാദിച്ച് പോയി, ഈ സമ്പാദിച്ചത് മുഴുവനും അത് കണക്ക് പറയേണ്ടി വരും. കൂടെ എന്താ കൊണ്ടുപോയേ? ഒന്നും കൊണ്ടുപോയിട്ടില്ല. നിന്റെ ഇത് കുറേ ബാക്കിയുണ്ടല്ലോ, കണക്ക് തീർക്കുക, അങ്ങനത്തെ ഒന്നുമില്ല. സമ്പാദിച്ച ഓരോ അണ പൈ അതിന് നമ്മൾ ഉത്തരം പറയേണ്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. നാളെ പരലോകത്ത് ഷെയ്ഖ് മുതവല്ലി ഷെറാവി സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഖുർആൻ വിശദീകരിക്കുന്ന വിശദീകരണം, നാളെ പരലോകത്ത് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ടൊരു പാലമുണ്ടല്ലോ, അവിടെ ദുനിയാവിലെ വലിയ പൈസക്കാർ മുഴുവനും അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ പണ്ടത്തെ കസ്റ്റംസിൽ നിൽക്കുന്നുണ്ടല്ലോ, ഡ്യൂട്ടിയുള്ള സാധനങ്ങൾ ഇത് ഇങ്ങനെ അവരുടെ അതാബിനെല്ലാം തിന്നിട്ട്. അപ്പോൾ ഓരോരുത്തർ അവരുടെ ടേണിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു ഭ്രാന്തൻ മൂപ്പര് ഭൂമിയിൽ എങ്ങനെയായിരുന്നു? റോട്ടിൽ കിടക്കും, അതും ഇതുമൊക്കെ വാരി തിന്നും, ചാണകമൊക്കെ മേലെ ഇടും. ഇങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചു പോയ ഒരു മനുഷ്യന് അതിലെ വന്നിട്ട് ഈ ആൾക്കാരുടെ ഇടയിൽ കൂടി അങ്ങ് സിറാത്തുൽ മുസ്തഖീം കടന്നു പോവുക. അപ്പോൾ നമ്മളെ, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ധനികനായ ഒരു മുതലാളി അപ്പുറം നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, 100% നിഷ്കളങ്കമായി അദ്ദേഹം ആലോചിച്ചു പോവുകയാണ്, ആഗ്രഹിച്ചു പോവുകയാണ്, തമ്പുരാനെ, ഞാൻ ദുനിയാവിൽ ഇതുപോലെ ഒരു ഭ്രാന്തനായി ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതാണ്, കണക്കൊന്നുമില്ല. എത്ര ധനം കൂടുന്നോ അത്ര കണക്ക് കൂടും, ചോദ്യോത്തരങ്ങൾ വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്ത് അസദ് ഗോത്രത്തിൻ്റെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഇബ്നുൻ നത്തുബി എന്ന് പറഞ്ഞ ഒരു സഹാബിയെ നിയോഗിച്ചു. അദ്ദേഹം പോയി തിരിച്ചു വന്ന് കുറേ സമ്പത്തും കൊണ്ട് വന്നിട്ട് കുറേ എണ്ണം മാറ്റി വെച്ചിട്ട് പറഞ്ഞ്, ഇത് അങ്ങക്കുള്ളതാണ്, ഇത് എനക്കുള്ളതാണ്. പിരിവ് എന്താണ്, പള്ളിക്കോ ഉസ്താദിനോ എന്ന് ചോദിക്കരുതേ, ഇത് എനക്കുള്ളതാണ്, ഇത് അങ്ങക്കുള്ളതാണ്. ഒന്നും പറഞ്ഞില്ല. ഉടനെ മിമ്പറിൽ കയറി ഹംദും സലാത്തും ചൊല്ലിയതിന് ശേഷം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ ഞാൻ ഏൽപ്പിച്ചു. അയാൾ തിരിച്ചു വന്നിട്ട് പറയാണ്, ഇത് താങ്കൾക്കുള്ളതാണ്, ഇത് എനിക്കുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, അയാളുടെ വീട്ടിൽ മാതാപിതാക്കളുടെ കൂടെ ഇരുന്നിരുന്നുവെങ്കിൽ ആരെങ്കിലും ഈ സമ്പത്ത് അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുമായിരുന്നു? എന്നിട്ട് പറയുന്നു, നാളെ പരലോകത്ത് നിങ്ങളിൽ ആരെങ്കിലും അലറുന്ന ഒരു ഒട്ടകത്തെയോ മൊക്കരയിടുന്ന ഒരു മൂരിക്കുട്ടനെയോ കരയുന്ന ഒരാട്ടിനെയോ പിടിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഹാജരായി എന്ന് ഞാൻ കേൾക്കാതിരിക്കട്ടെ. ആരെങ്കിലും അന്യായമായി വല്ലതും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതും കെട്ടിവലിച്ചുകൊണ്ടാണ് നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകുക. ഒരു ഭരണാധികാരി പോകുമ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ താമസിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. ആ വീട് മൂപ്പർക്ക് ആ സ്ഥലം നല്ലോണം ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരോടും പറഞ്ഞ് പൊളിച്ചിട്ട് ആടെ നല്ല കൊട്ടാരം. ആ സ്ത്രീ അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഈ അദ്ദേഹം നേരെ ഭരണാധികാരിയോട് പറഞ്ഞാൽ പിന്നെ മൂപ്പരെ പുറത്ത് കാണൂല.
അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് മണ്ണ് വേണം നിങ്ങളുടെ തോട്ടത്തുനിന്ന്. ഓ തരാലോ, വലിയ പണ്ഡിതനാണ്, എത്ര വേണമെങ്കിൽ തരാം. ഞാൻ ആ മണ്ണെടുക്കുന്നത് നിങ്ങളും കൂടി ഒന്ന് കാണണം. ശരി, ഞാൻ വരാം. ഒരു ചാക്കിൽ മണ്ണ് നിറച്ച് മൂപ്പരത് എടുത്തിട്ട് തലി വെക്കാൻ നോക്കിയപ്പോൾ പൊന്തുന്നില്ല. വേറെ അപ്പുറം ഇപ്പുറം നോക്കി ആരുമില്ല. പറഞ്ഞു, ഇതെനിക്ക് ഒറ്റയ്ക്ക് പൊന്തിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് കൈ കൂട്ടിത്തരണം. രണ്ടാളും കൂടി നോക്കിയിട്ട് കഴിയുന്നില്ല. അവിടെ വെച്ചിട്ടാണ് വാഴ പറയുന്നു, എന്ത് രാജാവേ, ഈ ഒരു ചാക്ക് മണ്ണ് നമ്മൾ രണ്ടാളും കൂടി എടുത്തിട്ട് എൻ്റെ തലയിൽ വെക്കാൻ കഴിയുന്നില്ല. ആ വൃദ്ധ സ്ത്രീയുടെ സ്ഥലമുണ്ടല്ലോ, അത് നാളെ പരലോകത്ത് മഹ്ശറയിൽ വെച്ച് കഴുത്തിൽ കെട്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇതാണ് ദഅവത്തു ഉദൂല സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. യുക്തിപൂർവം സതുപദേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നേരെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അപ്പം മറ്റൊരു വൃദ്ധയുടെ കേസുമുണ്ട്. വൃദ്ധയുടെ പശുവിനെ പിടിച്ചിട്ട് രാജാവിൻ്റെ പട്ടാളക്കാർ തിന്നു കളഞ്ഞു. പോയി തിരിച്ചു വരുമ്പോൾ ആ സ്ത്രീ ഒരു പാലത്തിൻ്റെ അടുത്ത് നിന്നിട്ട് രാജാവിനെ സ്റ്റോപ്പ് ചെയ്യാം. പറയാണ്, ഞാൻ ഉപജീവനം കഴിക്കുന്ന എൻ്റെ പശുവിനെ നിൻ്റെ ആൾക്കാർ തിന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ കേസ് നീ ഈ പാലത്ത് മുന്നത്ത് തീർക്കോ അല്ല മറ്റേ പാലത്ത് മുന്ന് തീർക്കുമോ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാലോ, നമ്മളെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഉണ്ടല്ലോ ഒരു അണ്ടർ ബ്രിഡ്ജ്, ആ അണ്ടർ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ തീർക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഓവർ ബ്രിഡ്ജിൻ്റെ വലിയ പ്രയാസമായിരിക്കും. നമ്മൾ സമ്പത്ത്, അത് ആരുടേതാവട്ടെ, സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കും. വലാ തൂതു സുഫഹ അംവാലക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സമ്പത്ത് നിങ്ങൾ വിഡ്ഢികൾക്ക് കൊടുത്തുകൂടാ. ഭാര്യ അമിതമായി ചെലവാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ സമ്പത്ത് കൊടുക്കരുത്. മക്കൾ അമിതമായിട്ട് ചെത്തി നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലും കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഖിയാമ്. ഈ ഖിയാമ് എന്നുള്ള വാക്ക് മറ്റൊരു സ്ഥലത്തേക്ക് വേണ്ടി ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. പരിശുദ്ധ കഅബയാണ്, സുരക്ഷിതമാണ് അവിടെ. കാരണം എന്താ, സ്വന്തം പിതാവിനെ വധിച്ച ശത്രുവിനെ കണ്ടാൽ പോലും അവിടെ വെച്ചിട്ട് പ്രതികാരം ചെയ്യാൻ പാടില്ല. ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ അത് കൂടുതൽ. അപ്പം ഈ ആയത്ത് പറയുന്നത് യതീം കുട്ടികളുടെ കാര്യത്തിലാണ്. ആ കുട്ടികൾ പറയും, എൻ്റെ ഉപ്പാൻ്റെ സ്വത്തല്ലേ ഇത്, നീ ആയി എന്ന് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളോട് ചോദിക്കുമ്പോൾ മൂപ്പരൊരു നല്ല മനുഷ്യനാണ്, മൂപ്പര് തന്നെ കൊണ്ട് ഈ തലവേദന ഒന്നും കഴിയില്ല, അതുകൊണ്ട് നീ നിൻ്റെ ഇതുമായിട്ട് പോയിക്കോ എന്ന് പറയരുത്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ നാളെ പരലോകത്ത് 3 ആൾക്കാരുടെ നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല, അവരുടെ പരാതി കേൾക്കുകയില്ല. ഒന്ന്, കടം കൊടുത്തപ്പം അത് എഴുതി വെക്കാത്ത ആൾക്കാർ. കടം കൊടുത്തപ്പം ഇന്ന് സംഭവിക്കുന്നത് മുഴുവനും അതാണ്. അത് പള്ളിയിൽ പോയി പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മയ്യത്തും അവിടെ വെച്ചിട്ട് എന്താ പറയുന്നത്, ഈ മയ്യത്തിന് കടമുണ്ടെങ്കിൽ അന്ന ബന്ധപ്പെട്ട പിന്നെന്താ പറയുന്നത്, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ലാണ്ടിരിക്കാൻ വേണ്ടി അത് എഴുതി വെക്കുക, 2 സാക്ഷികളെയും വെക്കുക. ഇത് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുദ്ദൈന് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്ന് കടം എഴുതി വെക്കാൻ. പിന്നെ ഭാര്യ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവളെ ഉപ്പാൻ്റെ സ്വത്തും മറ്റേ അതും ഇതുമൊക്കെ കണ്ടിട്ട് അവളെ ഭാര്യയായിട്ട് വെക്കുന്നത് ഒരാൾ.
മൂന്നാമത്തതോ യത്തീം കുട്ടിക്ക് അവൻ്റെ ധനം അവന് പക്വത എത്തുന്നതിന് മുമ്പ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആൾ. ഇങ്ങനെ 3 ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അതിൽ അന്യായമായി പണം സമ്പാദിക്കൽ, കൈക്കൂലി വാങ്ങുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിലെ സ്വത്തുക്കൾ നിങ്ങൾ അന്യായമായി തിന്നരുത് എന്നുള്ളത്. അവിടെ പ്രയോഗം തന്നെ അതാണ്. മറ്റൊരാളുടെ സ്വത്ത് എൻ്റെ സ്വത്തും കൂടിയാണ്. അതിനെന്തെങ്കിലും വീഴ്ച വരുമ്പോൾ നമ്മളത് സംരക്ഷിക്കേണ്ട ബാധ്യത അതെൻ്റെ അല്ല, വേറൊരുത്തൻ്റെ അല്ലേന്ന്. നമ്മൾ ആ പഴയ തലമുറയുണ്ടല്ലോ, വലിയ നെൽപ്പാടങ്ങളിൽ പശുക്കൾ ഇറങ്ങിയിട്ട് അതൊക്കെ തിന്നുമ്പോൾ ആരും ഒരു കല്ലെടുത്തിട്ട് എറിയും. ഇന്ന് പിന്നെ അങ്ങനത്തെ ഒന്നും ഇല്ല, അത് വേറെ എൻ്റെതല്ലല്ലോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ അതാണ് ലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ സമ്പത്തുകൾ അന്യായമായി തിന്നരുത്, വിധികർത്താക്കളുടെ ഇടയിൽ മുമ്പിൽ നിങ്ങളത് ആ കേസും കൊണ്ട് കോടതിയിൽ പോകരുതെന്നാണ് പറഞ്ഞത്. ആ കേസും കൊണ്ട് കോടതിയിൽ പോകരുത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, എന്ത്, നിങ്ങളെ രണ്ടാളുടെ ഒരു പ്രശ്നമുണ്ട്. അവർ വരുന്നുണ്ട് എൻ്റെ അടുത്ത്, ഞാൻ അവർ പറയുന്നത് കേട്ടിട്ട് ഞാനൊരു വിധി പറയുന്നു. ഞാനൊരു മനുഷ്യനാണ്. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാൾക്ക് എൻ്റെ വിധി വഴി അന്യായമായ ഒരു സമ്പത്ത് കിട്ടുകയാണെങ്കിൽ എൻ്റെ ഈ വിധിയിലൂടെ അവൻ സമ്പാദിച്ച് കൊണ്ടുപോകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിങ്ങളൊരാൾ എന്താണ്, സംസാരം വാചാലതയുണ്ട്, മറ്റേയാൾക്ക് വാചാലത ഇല്ല എന്ന് പറഞ്ഞാലോ, എൻ്റെ വക്കീൽ സുപ്രീം കോടതി വക്കീലാണ്, മറ്റേത് തല്ലിപ്പൊളിയാണ്. ആ വക്കീലിൻ്റെ മികവ് കൊണ്ടാണ് എനിക്ക് അവകാശമില്ലാത്ത ഇത് കിട്ടിയതെന്ന് സ്വന്തം മനസ്സാക്ഷിയോട് പറയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാവരെയും വഞ്ചിക്കാം, എല്ലാവരെയും വഞ്ചിക്കുക, വായിലെ നാവുകൊണ്ട്. പക്ഷേ ആരെ വഞ്ചിക്കാൻ കഴിയില്ല? അള്ളാഹുവിനെയും വഞ്ചിക്കാൻ കഴിയില്ല, എൻ്റെ സ്വന്തം നഫ്സിനെ വഞ്ചിക്കാൻ കഴിയില്ല. ഇതൊരു വലിയൊരു ഫാക്റ്റാണ്. എല്ലാവരെയും വഞ്ചിക്കാൻ പറ്റും ലോകത്തുള്ള, നമ്മുടെ വായിലാണ് അവൻ്റെ ശക്തി കൊണ്ട്, പക്ഷെ അവിടെ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്, എൻ്റെ വിധി വഴി അന്യായമായി വല്ലതും നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നരകത്തിൻ്റെ ഒരു കഷ്ണമാണ്. അടുത്തത് സക്കാത്ത്, സമ്പത്തിൻ്റെ ശുദ്ധീകരണം. സക്കാത്തിനെ പറ്റിയിട്ട് പറയുന്ന ആയത്ത് സൂറത്ത് തൗബയിലാണ് വരുന്നത്. 8 വിഭാഗത്തിന് സക്കാത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. 8 വിഭാഗത്തിന്. അതിൽ വാങ്ങുന്നവരും കൊടുക്കുന്നവരും പാലിക്കേണ്ട ഒരുപാട് അദബുകൾ, മര്യാദകൾ ഉണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങളൊക്കെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 400 കോടിയോളം ഉണ്ടാവും. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണ്? ഒരു വിഭാഗം നേരിടുന്നത് കൊടുക്കുന്നില്ല, വേറൊരു വിഭാഗം അനർഹമായിട്ട് വാങ്ങുന്നു. ഇപ്പോൾ റമദാൻ മാസമല്ലേ വരുന്നത്, എന്താ സംഭവം? ഇനി റമദാൻ നമ്മൾ പള്ളിയിൽ നിന്ന് എന്തല്ല പറയുക, മറ്റേത് അങ്ങനെയാണ്, തഖ്വയാണ്, ഇതാണ് അതാണ്. പ്രയോഗത്തിലെന്താ? എരപ്പിൻ്റെ മാസം, യാചനയുടെ മാസം, പിന്നെയോ തീറ്റയുടെ മാസം അല്ലേ? തീറ്റയുടെ മാസം. കാട്ടിലെ പള്ളിയിൽ നേർച്ച തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് തന്നെ വളവട്ടണം മുതൽ മുമ്പ് റെയിൽ പാലത്തോട്ട് പോകുമ്പോൾ കാണാം അലുവൻ്റെയും കായ്വർത്തതിൻ്റെയും എല്ലാം പേടി അങ്ങനെ. അതുപോലെ നോമ്പാവുമൊക്കെ നമ്മളെ കണ്ണൂർ സിറ്റിയിലൊക്കെ കുൽക്കി സർബത്തിൻ്റെയും ഇതിൻ്റെയും മറ്റേ അങ്ങനത്തെ വിശേഷങ്ങളെ എല്ലാം നിറഞ്ഞല്ലേ. നമ്മൾ ഒരു ഭാഗത്ത് എന്താ പറയുന്നത്, നമ്മൾ പാവപ്പെട്ടവൻ്റെ വിശപ്പറിയാൻ വേണ്ടിയിട്ട് നോമ്പ് നോക്കുന്നല്ലേ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ സമ്പത്തിൽ നിന്ന് താങ്കൾ സക്കാത്ത് പിരിച്ചെടുക്കുക. അതെന്താ അവരെ ചെയ്യുക? തുതഹിറുഹും വ തുസക്കീഹിം, അതവരെ ശുദ്ധീകരിക്കും,
അതവരെ സംസ്കരിക്കുകയും ചെയ്യും. വസല്ലി അലൈഹിം, താങ്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇന്ന സ്വലാത്തൊക്കെ സകനുല്ലഹും, തീർച്ചയായും താങ്കളുടെ പ്രാർത്ഥന അവർക്കൊരു മനസ്സിൻ്റെ ശാന്തിയാണെന്നുള്ള അള്ളാഹ് പറയുന്നുണ്ട്. അപ്പം സക്കാത്ത് വാങ്ങുന്നവന് പിന്നെ ശുക്ർ അദ്ദേഹത്തെ കൊടുത്താൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കമ്മിറ്റിയാണ് സക്കാത്ത് കളക്ട് ചെയ്യുന്നെങ്കിൽ അവർ വാങ്ങുമ്പോൾ കൊണ്ടുവന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന സ്വലാത്തൊക്കെ സകനുല്ലഹും എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇന്നതാക്കൂന്നൊന്നും പറഞ്ഞിട്ടില്ല. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലോ, ഷുജാഉൽ അക്ര എന്ന് പറഞ്ഞിട്ടൊരു പാമ്പുണ്ട് സ്വർഗത്തിൽ, അല്ല നരകത്തിൽ. അതിനെ ഇവൻ്റെ ഇതിൽ അവൻ്റെ സ്വർണവും വെള്ളിയും എന്താണോ സമ്പാദിച്ചത് അത് മുഴുവനും ദ്രാവക രൂപത്തിൽ ഉരുക്കിയിട്ട് അവൻ്റെ ശരീരത്തിൽ പതിക്കും എന്നാണ്. ഇത് നീ പണ്ട് നിനക്ക് വേണ്ടി സമ്പാദിച്ചതാണ്, അത് നീ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. പിന്നെന്താ, മഹ്ശറിലേക്ക് ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ മലർത്തി കടത്തിയിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ കൂടി ആടുകളും കുതിരകളും ആടും പശുവും ഒട്ടകവും ഒക്കെ ചവിട്ടി മരിച്ചിട്ട് പോകുന്നു. അതെന്താണ്? ആ കാലികളുടെ സക്കാത്ത് കൊടുക്കാത്ത ആൾക്കുള്ള ശിക്ഷയാണ് എന്നുള്ളത്. അപ്പം ഇത് വാങ്ങേണ്ടത് ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്ത്, മൂപ്പരുടെ വരുമാനം ഒരു ഹറാമായ മാർഗത്തിലാണ്. അങ്ങനെയുള്ള ആ ഇതിൽ അത് വാങ്ങാതിരിക്കലാണ് നല്ലത് എന്ന്. സൂറത്തുൽ ബഖറ 261 മുതൽ ഏകദേശം 282 വരെയുള്ള 10-20 ആയത്തുകൾ ചർച്ച ചെയ്യുന്നത് ദാനം, പലിശ, കടം എന്നീ 3 വിഷയങ്ങളിലാണ്. ഇപ്പം ആദ്യമായി സദഖ അല്ലെങ്കിൽ ദാനം എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ഖുർആൻ പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ അത് ഒരു ധാന്യമണിയുടെ ഉപമയാണ്. ആ ധാന്യം വിത്ത് അത് മുളച്ച് ഒരു ചെടിയായി, ആ ചെടിയിൽ 7 കതിരുകൾ, ഓരോ കതിരിലും 100 മണികൾ. അപ്പോൾ ഒരു വിത്തിന് നമുക്കതിൻ്റെ 700 ഇരട്ടി, അഥവാ ₹1 ഇഖ്ലാസോടുകൂടി, അതായത് നിഷ്കളങ്കമായി ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് ചെലവഴിക്കുന്നതിന്, അത് ചെലവഴിക്കുന്നതിന് 700 ഉറുപ്യ നമുക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഇഖ്ലാസാണ്, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്. പിന്നീട് പറയുന്നത് ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സദഖ, നല്ല വാക്ക്, മര്യാദപ്പെട്ട വാക്ക് ഒരു സദഖയേക്കാൾ ഉത്തമമാണ്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരാൾ ധർമ്മത്തിന് ചോദിച്ചാൽ ആ ആളോട് കയർക്കുക, അല്ലെങ്കിൽ അതിന് ശേഷം അയാളെ ഉപദ്രവിക്കുക, അത് എടുത്തു പറയുക, അതിനേക്കാളും നല്ലത് മാന്യമായ വാക്ക് പറഞ്ഞ് ആ മനുഷ്യനെ മടക്കി അയക്കലാണ്. അതോടൊപ്പം തന്നെ മറ്റൊരായത്തിൽ അല്ലാഹ് പറയുന്നത്, നിങ്ങളുടെ ധർമ്മങ്ങളെ
എടുത്തു പറഞ്ഞും അത് വാങ്ങിയവനെ ഉപദ്രവിച്ചും കൊണ്ടും നൽകുന്ന സദക്കയേക്കാൾ, അല്ലെങ്കിൽ ആ സദക്കയെ നിങ്ങൾ പാഴാക്കി കളയുകയും ചെയ്യരുത്. മറ്റൊരു കാര്യം, നിങ്ങൾ സമ്പാദിച്ച ധനത്തിൽ നിന്ന്, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അതേസമയം ചീത്ത, അല്ലെങ്കിൽ നിങ്ങൾ അത് വേറൊരാൾ നിങ്ങൾക്ക് തന്നാൽ അങ്ങനെയുള്ളൊരു സാധനം നിങ്ങൾ പൂർണ്ണ തൃപ്തിയോടെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ ചീത്ത സാധനത്തെ നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കരുത്. അത് കൂട്ടി കലർത്തുകയും ചെയ്യരുത്. പിന്നെ ഈ സദക്ക ആർക്ക് നൽകണം? നമ്മുടെ സമൂഹത്തിൽ ആത്മാഭിമാനം കാരണം ജനങ്ങളെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാത്ത ആളുകളെ, അവരെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് നൽകണം. കാരണം അവരുടെ ആത്മാഭിമാനമുള്ള വസ്ത്രധാരണവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് വിഡ്ഢികളായ നമ്മളെപ്പോലത്തെ ആൾക്കാർ വിചാരിക്കും അയാൾ നല്ല കഴിവുള്ളവനാണെന്ന്. അതുകൊണ്ട് അവർക്ക് തന്നെ നമ്മൾ കൊടുക്കണം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം, നമുക്ക് കൂടുതൽ നമ്മുടെ ബന്ധുക്കളെപ്പറ്റി, അവരുടെ ചുറ്റുപാടുകളെപ്പറ്റി അറിയാം. അവർക്ക് കൊടുക്കലായിരിക്കും ഉത്തമം. കാരണം അവിടെ കുടുംബ ബന്ധം ചേർക്കലും കൂടി വരുന്നുണ്ട്. പിന്നെയുള്ളത് പലിശയാണ്. പലിശ വാങ്ങൽ, കൊടുക്കൽ, സാക്ഷി നിൽക്കൽ, എഴുതൽ, ഇതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. പലിശക്ക് 70 ചില്ലാനും ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ഉപദ്രവം കുറഞ്ഞ പലിശ ഒരാൾ തൻ്റെ മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുപ്പമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പലിശക്കുള്ള 7 വൻദോഷങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ അത്. പരലോക ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് രാത്രിയിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബ്ലേഡ് പലിശ, ലോട്ടറി, അതായത് യാതൊരു അധ്വാനവുമില്ലാതെ വരുന്ന കുറേ കാര്യങ്ങൾ. അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു, പലിശ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്തുകളിൽ തന്നെ അല്ലാഹു പലിശക്കാരൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ചെകുത്താൻ, പിശാച് ബാധിച്ചവനെപ്പോലെ അവനായിരിക്കും എന്ന് പറയും. അവൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു ഏകദേശം പലിശയും കച്ചവടവും ഒന്ന് തന്നെയാണ്. ഇന്ന് ആളുകളൊക്കെ പലിശക്ക് റിബ എന്ന പേര് ഉപയോഗിക്കുന്നില്ല, മറിച്ച് ഫായിദ, ലാഭം എന്ന് പറഞ്ഞിട്ടാണ് ഹറാമാക്കിയ ഒരു കാര്യത്തെ പലരും ഹലാൽ ആക്കുന്നത്. മാത്രമല്ല, കാറ് അല്ലെങ്കിൽ വാഹനങ്ങൾ, ഇങ്ങനെയുള്ള ഭൗതിക സൗകര്യങ്ങൾ, അതിനു വേണ്ടി ലോൺ എടുക്കുന്നവരുണ്ട്. അതായത് തനിക്ക് ആവശ്യമുള്ളതായ ഒരാവശ്യത്തെക്കാൾ അലങ്കാരത്തിന് അല്ലെങ്കിൽ പൊങ്ങച്ചത്തിന് വേണ്ടി അതിനേക്കാൾ വില കൂടിയ ഒരു സാധനം വാങ്ങുന്നു, അതിന് നമ്മൾ ലോൺ എടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ
ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള അന്യായമായ സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യങ്ങൾ അതിൻ്റെ ഫലം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരടുത്തു നിന്നാണോ നമ്മളിതൊക്കെ സമ്പാദിച്ചിരിക്കുന്നത് ആ അവരുമായിട്ട് നമ്മൾ ഭൂമിയിൽ വെച്ച് തന്നെ കണക്ക് തീർക്കാതെ പോയാൽ അള്ളാഹു അതിൽ ഇടപെടുകയില്ല. കാരണം നിങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ നിങ്ങൾ തമ്മിൽ തീർക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഇപ്പം കടം കൊണ്ട് മരിച്ച ഒരു ഷഹീദിന് പോലും അല്ലെങ്കിൽ അന്യായമായി ഒരു പരിച മാറ്റിവെച്ച് ഇതിൻ്റെ പേരിൽ ഷഹീദായ ഒരു സഹാബിക്ക് അത് നിഷേധിച്ചിരിക്കുന്നു. ആ സഹാബി മരിച്ചപ്പം, കൊല്ലപ്പെട്ടപ്പം സഹാബികൾ പറഞ്ഞു, തൂബാലി ശുഹദാവ്, രക്തസാക്ഷികൾക്ക് അഭിവാദ്യങ്ങളെന്ന് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം യുദ്ധത്തിൻ്റെ സമയത്ത് കയ്യിൽ വന്ന ഒരു പരിച നേതാവിന് അല്ലെങ്കിൽ സൈന്യനായകന് നൽകാതെ മാറ്റിവെച്ചു. അങ്ങനെ അത് സമ്പാദിച്ച ഒരാൾ എന്ന നിലക്ക് ആ ഷഹീദിന് പോലും കൂലി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് കടമാണ്. മദീന പള്ളിയിൽ ഒരു മയ്യത്ത് വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ക്ഷണിച്ചു. മയ്യത്തിൻ്റെ അടുത്തെത്തിയപ്പം ചോദിച്ചു, ഈ മയ്യത്തിന് വല്ല കടമുണ്ടോ? ഉണ്ട്. അതാരെങ്കിലും വീട്ടുമോ? ആരെങ്കിലും വീട്ടാൻ തയ്യാറായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കും. ആരുമില്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്നാൽ ഇമാമ് ചോദിക്കുന്നത്, ഈ മയ്യത്തിനുമായി ബന്ധപ്പെട്ട് വല്ല സാമ്പത്തിക ഇടപാടുകളും മറ്റു വല്ല ഇടപാടുകളും ഉണ്ടെങ്കിൽ അത് ഇന്ന ആൾ ഏറ്റെടുക്കും, നിങ്ങൾ അവരുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പം അധിക പേരും കടമെടുക്കുന്നത് ഒന്നുകിൽ ദൂർത്തിന് വേണ്ടി, അല്ലെങ്കിൽ ലോണിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ആഡംബര വീട്, അതായത് നമ്മുടെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഇതായ ഒരാവശ്യത്തിന് വേണ്ടിയാണ് ദീനിൻ്റെ ആൾക്കാർ തന്നെ യാതൊരു വിഷമവും ഇല്ലാതെ ഇങ്ങനെയുള്ളതായ ആവശ്യങ്ങൾക്ക്, ആർഭാട കല്യാണത്തിന്, ആർഭാട വാഹനത്തിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മളൊരാൾക്ക് കടം കൊടുത്ത് ആ കടം വാങ്ങിയ ആൾക്ക് അത് തിരിച്ചു നൽകാൻ പ്രയാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ അയാൾക്ക് ഒരു അവധി നൽകുക, അവധി നീട്ടിക്കൊടുക്കുക, ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. പിന്നൊന്നുള്ളത്, നിങ്ങൾ തമ്മിൽ വല്ല കടമിടപാടും നടത്തിയാൽ അത് എഴുതി വെക്കണം. അത് 2 സാക്ഷികൾ അതിലൊപ്പിടണം. വേറൊരാളത് എഴുതി കൊടുക്കണം. എഴുതാൻ കഴിവുള്ളവർ അത് പാടില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊന്നും പറയാൻ പാടില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നിങ്ങൾ സാക്ഷ്യത്തെ മറച്ചു വെക്കുകയും ചെയ്യരുത്. അതായത് വിശ്വസിച്ച് നമ്മളെ ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ, അതാണ് ആ സൂറത്തു നിസായിൽ 58-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി എന്ന് പറയുന്നത്. അതായത് ആരാണോ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് അയാൾക്കത് ആവശ്യപ്പെടുമ്പം അത് തിരിച്ചു കൊടുക്കൽ
നമ്മുടെ ബാധ്യതയാണ്. അടുത്ത വരുന്നത് മിതവ്യയം ആണ്. അതായത് ഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്ന്. കാര്യങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഒരു മധ്യമ നിലപാടാണ് എന്നുള്ളതാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ, അതായത് കനാഴത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലിനാണ് കനാഴത്ത്. കനാഴത്ത് എന്ന് പറഞ്ഞാൽ കൻസുല്ല തുഫ്ന എന്നാണ്, നശിച്ചു പോകാത്ത ഒരു നിധിയാണ് അത്. അതായത് 3 കാര്യത്തിലാണ് വേണ്ടത്. വഖനാബി തെർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി മിമ്മത്താമിൻ വ മലാബിസിൻ വ മനാസിൽ. നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, നിൻ്റെ ഇച്ഛകളെ ഉപേക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ പൊങ്ങച്ചം ഉപേക്ഷിച്ചും കൊണ്ട് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഈ 3 കാര്യത്തിൽ നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുണ്ടാവും. അതോടൊപ്പം ചെലവഴിക്കുന്നതിനെ പറ്റി പറഞ്ഞത്, സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊരു പക്ഷിയെ പിടിക്കുന്ന, അതിനെ അമർത്തി പിടിച്ചാൽ പക്ഷി ചത്തുപോകും, തുറന്നു വിട്ടാൽ പക്ഷി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലുബ്ധും പാടില്ല, ധാരാളിത്തവും ധൂർത്തും പാടില്ല. വിവാഹ ധൂർത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ ഇബ്ലീസിൻ്റെ, ശൈത്താൻ്റെ സഹോദരന്മാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഇസ്രായിൽ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ മേറാജ് കഴിഞ്ഞു 2 ആഴ്ച മുമ്പേ. ഈ മേറാജിനെ പറ്റി പറയുന്ന സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അതായത് പരലോകം കണ്ണുകൊണ്ട് കാണുക, അതിനു വേണ്ടി കൊണ്ടുപോയതാണ്. അവിടെ കൊണ്ടുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്ത് നാളെ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ കണ്ണുകൊണ്ട് കണ്ട് വന്ന ആളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് എന്ന് അറബികൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം പോകുന്നത് പിന്നെ അതിന് ശേഷം വരുന്ന ആയത്തുകൾ പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ബനൂ ഇസ്രായേലിൻ്റെയും ചരിത്രമാണ്. അവർക്ക് ജീവിതത്തിൽ ഔന്നത്യം നൽകുകയും പിന്നെ അവരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിട്ട്, അഥവാ ചരിത്രമാണ് അവിടെ പറയുന്നത്. അപ്പം അതിനോട് കൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു കാര്യമുണ്ട്, ഇദാ അറദ്ന അൻ നുഹ്ലിക ഖറിയതൻ അമർന മുത്രഫീഹ. ഞാൻ ഒരു നാട്ടിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആ നാട്ടിലെ സുഖലോലുപന്മാർ, ധാരാളികൾ, ധൂർത്തന്മാരും അവർക്ക് ഞാൻ കൽപ്പന കൊടുക്കും. ഫസഖൂഫിയ, ആ നാട്ടിൽ അവർ തോന്നിയവാസങ്ങൾ, തെമ്മാടിത്തങ്ങൾ അവർ കാണിച്ചു വെക്കും. ഫഹഖ അലൈഹൽ ഖൗൽ, അതിൻ്റെ മേൽ, ആ നാട്ടിൻ്റെ മേൽ ശിക്ഷ നിർബന്ധമായി. ഫദമ്മർനാഹ തദ്മീറ, ഞാൻ ആ ശിക്ഷ വഴി അതിനെ ഇടിച്ച് തകർത്തി നിരപ്പാക്കി കളയും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ആ നിരപ്പാക്കല് നല്ലവർ പെടൂലേ എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവരും പെടും. അവർ നേരെ അവരുടെ സ്വർഗത്തിലേക്ക് പോകും, മറ്റവർ അതിൻ്റെ ശിക്ഷയിലേക്കും പോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ധൂർത്തും ധാരാളിത്തവും ഒക്കെ നമുക്കവരെ ഉപദേശിക്കാം, പക്ഷെ അതിനെ തടുക്കാനൊന്നും നമുക്ക് നിയമം നമ്മളെ അനുവദിക്കുന്നുമില്ല, നമ്മളെക്കൊണ്ട് സാധിക്കുകയില്ല. പിന്നെന്താണ് ചെയ്യുക? നമ്മൾ അങ്ങനെയുണ്ടല്ലോ, ഒന്ന് എന്താ ചെയ്യാന്ന്. അപ്പം അതിന് നമ്മൾ സാക്ഷികളാവാതിരിക്കുക, അതിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ പോയിട്ട് സമരം ചെയ്യാനോ ബഹളം കൂട്ടാനോ ഒന്നും നമുക്ക് അവകാശമില്ല എന്നുള്ളത്. പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളാണ് അവന് ഈ തെറ്റുകൾ അല്ലെങ്കിൽ അന്യായമായി സമ്പാദിക്കുന്നതിനും, ആദ്യം പറഞ്ഞ സമ്പത്തും സന്താനവും ഉണ്ട്, അതാണ് ഇതിൻ്റെ അടിസ്ഥാനം തന്നെ. ആ സന്താനങ്ങളും സമ്പത്താണ് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പല കാര്യങ്ങളും. ചില കാമ്യ വസ്തുക്കളോടുള്ള പ്രേമം മനുഷ്യർക്ക്
അലങ്കാരമായി കാണിക്കപ്പെട്ടിരിക്കുന്നു. സുയ്യീന ലിന്നാസി ഹുബ്ബു ഷവാത്തി. അതിലാദ്യം പറഞ്ഞത് സ്ത്രീകളാണ്, പിന്നെ ഉള്ളത് സന്താനങ്ങൾ, പ്രത്യേകിച്ച് പുത്രന്മാർ, പിന്നെ അട്ടിയിട്ട സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങളും, പിന്നെ ലക്ഷണമൊത്ത കുതിരകളും. ഈ കാലത്ത് വേണമെങ്കിൽ നമുക്ക് കുതിരക്ക് പകരം കാറുകളെ എടുക്കാം. കാലികൾ, കൃഷിയിടങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ സമ്പാദ്യത്തിൻ്റെ ഇത് പറഞ്ഞത്. പിന്നെ മനുഷ്യൻ പറയുന്നു എൻ്റെ ധനം എൻ്റെ ധനം എന്ന്. നീ തിന്നു തീർത്തത് നിൻ്റെ ധനാ, നീ ഉടുത്തു പഴകിയതും നിൻ്റെ ധനമാണ്, ദാനം നൽകി പരലോകത്തയച്ചതും നിൻ്റെ ധനമാണ്. അല്ലാതെ ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നീ ഇവിടെ വിട്ടേച്ച് പോകുന്നു. മനുഷ്യന് സ്വർണത്തിൻ്റെ 2 താഴ്വരകൾ ലഭിച്ചാലും അവൻ മൂന്നാമത്തതൊന്ന് ആഗ്രഹിക്കും. മണ്ണല്ലാതെ അവൻ്റെ വയറ് നിറക്കുകയില്ല. 10 കിട്ടുകയിൽ 100 മതിയെന്നും 100 കിട്ടുകയിലോ 1000 മതിയെന്നും. 1000 എന്ന് പറഞ്ഞാൽ 1000. അതോടൊപ്പം തന്നെ ഏലമു അന്നമൽ ഹയാത്ത് ദുന്യ ലൈബും വലഹുവൻ വസീനത്തുൻ വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അറിഞ്ഞുകൊള്ളുക, ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഒരു കളിതമാശയാണ്, ഒരു അലങ്കാരമാണ്, സമ്പത്തിലും സന്താനങ്ങളിലുള്ള പൊങ്ങച്ചവും ആകുന്നു എന്നാണ്. അപ്പം ഇവിടെ ഇതൊക്കെയാണ് അൽഹാക്കുമുത്തകാസുർ. പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മക്കാബിർ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അപ്പം ഈ അൽഹാക്കും നിങ്ങൾ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും എന്തിക്കരില്ല, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങളെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. പിന്നീടുള്ളത് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞാലും സാമ്പത്തിക വിജയത്തിൻ്റെ വഴി, അഥവാ സമ്പത്ത് അള്ളാഹുവിൻ്റെ അമാനത്താണ് എന്ന ധാരണ, സമ്പാദ്യം ഹലാലായ മാർഗത്തിലൂടെ ആവുക, ചെലവഴിക്കുന്നത് സൂക്ഷ്മതയോടെ ആയിരിക്കുക, പലിശ പൂർണ്ണമായും ഉപേക്ഷിക്കുക, പരലോകത്തെ വിചാരണ ഭയപ്പെടുക. ബർക്കത്തുള്ള ജീവിതമായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. അതിന് ഹലാലായ സമ്പാദ്യം പ്ലസ് മിതവ്യയം പ്ലസ് ഉദാരത സമം വിജയകരമായ ജീവിതം. അല്ലാഹുമ്മ മക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.